കോൺഗ്രസ് നേതൃത്വം പറയാതെ പറഞ്ഞു വെക്കുന്നത് കേരളത്തിൽ അദാനി ഗ്രൂപ്പിന് വഴിവിട്ട പരിഗണന നൽകിയെന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം. ഓഹരി കൈമാറ്റമാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വിഷയം. അദ്ദേഹം പന്തടിച്ച് ഹൈക്കമാൻഡിന്റെ കോർട്ടിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടത്. ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപിത നിലപാടുകൾക്ക് എതിരെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നത്, കേരള സർക്കാർ പ്രവർത്തിക്കുന്നത്. കേരള സർക്കാർ അറിയാതെ എങ്ങനെ ഓഹരി കൈമാറ്റം നടത്തിയെന്ന് പറഞ്ഞു അദാനി ഗ്രൂപ്പ്. പിന്നീട് അവർ ചില തിരുത്തലുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. എങ്കിലും അദാനി ഗ്രൂപ്പിന്റെ താല്പര്യത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സർക്കാരായി കേരളത്തിലെ സർക്കാർ മാറിയിരിക്കുന്നു. ഇത് കോൺഗ്രസിന്റെ ദേശീയ നിലപാടാണോ? ഈ ചോദ്യമാണ് പിണറായി വിജയൻ ചോദിച്ചത്. മറുപടി വരും AICCയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി VD സതീശൻ ഒരു കുരുക്കിലാണ് എന്നതാണ്. ആ കുരുക്കിനെ ഒന്നുകൂടി മുറുക്കുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ. അദാനി മോദി കൂട്ടുകെട്ടിനെതിരെ പാർലമെന്റിലും പുറത്തും ശക്തമായി പ്രതികരിച്ചത് രാഹുൽ ഗാന്ധി തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രതികരണത്തിലുള്ള വാക്കുകളും ഇങ്ങനെ തന്നെയായിരുന്നു. അതോടൊപ്പം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പരസ്യമായി തന്നെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ ഒരു കാര്യം ശ്രീ വേണുഗോപാൽ വ്യക്തമാക്കി. അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് അദാനിക്ക് അപ്രമാദിത്വമുള്ളത്. അവിടെ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്നൊരു വ്യവസ്ഥയുണ്ടെങ്കിൽ ആ സംസ്ഥാനങ്ങളിൽ അദാനിക്ക് തോന്നിയ പോലെ ചെയ്യാൻ കഴിയും എന്നാണ് ശ്രീ വേണുഗോപാൽ സൂചിപ്പിച്ചത്. പക്ഷേ കേരളത്തിൽ അത്തരമൊരു ഗവൺമെന്റ് അല്ലല്ലോ എന്നും ശ്രീ വേണുഗോപാൽ പറയുകയുണ്ടായി. പക്ഷെ എന്താണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പിന് ഇത്തരത്തിലൊരു വലിയ പരിഗണന ശ്രീ വേണുഗോപാലിന്റെ ഭാഷയിൽ BJP ഗവൺമെന്റുള്ള സംസ്ഥാനത്ത് ലഭിക്കാനിടയുള്ള തരത്തിലുള്ള പരിഗണന കേരളത്തിൽ അദാനി ഗ്രൂപ്പിന് ലഭിക്കുന്നതിനിടയാക്കി. അപ്പൊ അതാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത്. കോൺഗ്രസ് നേതൃത്വം പറയാതെ പറഞ്ഞു വെക്കുന്നത് കേരളത്തിൽ അദാനി ഗ്രൂപ്പിന് വഴിവിട്ട പരിഗണന നൽകിയെന്നുള്ളതാണ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം കോർപ്പറേറ്റുകൾക്ക് അടിയറ വെക്കാനും അവരുടെ നിയമലംഘനങ്ങൾക്ക് ഭരണകൂടത്തിന്റെ സംരക്ഷണം നൽകാനുമുള്ള നീക്കങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ നീക്കങ്ങളെ പ്രതിപക്ഷം ശക്തമായി തന്നെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും.